നമസ്കാരം, എൻ്റെ പേര് ശങ്കരി. ഞാൻ IIT മദ്രാസിൽ PhD 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ MSc ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് ഇനോർഗാനിക് അല്ല എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഫിസിക്കലിലോട്ട് ചേർന്നത്. അപ്പോഴും ഞാൻ അവിടെ ചെന്ന് ഞാൻ എൻ്റെ PhDക്ക് ജോയിൻ ചെയ്തു ഫിസിക്കൽ കെമിസ്ട്രിയിൽ. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ഓർഗാനിക്കിൽ വലിയ പിടുത്തമില്ല. കാരണം ഞാൻ ഇനോർഗാനിക്കാണ് പഠിച്ചിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സിന്തസിസ് വരാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഞാൻ ഡീപ് യൂട്ടേറ്റിക് സോൾവൻസിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഡീപ് യൂട്ടേറ്റിക് സോൾവൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സോൾവൻസ് എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സോൾവൻസിനെ ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിലൊക്കെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഷുഗർ നമ്മൾ വളരെ കുറച്ച് അളവിലാണ് ചേർക്കുന്നത്. നമ്മൾ അതായത് വെള്ളമായിരിക്കും ഏറ്റവും കൂടുതൽ അളവിൽ ചേർക്കുന്നത്. ഈ കൂടുതൽ അളവിൽ ചേർക്കണേനെ നമ്മൾ എന്തെന്ന് പറയും? സോൾവെന്റ് എന്ന് പറയും. ഈ കുറച്ച് എമൗണ്ടിൽ ചേർക്കണേനെ എന്തെന്ന് പറയും? സൊല്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾവെന്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീപ് യൂട്ടേറ്റിക് സോൾവൻസ്. യൂട്ടേറ്റിക് സോൾവൻസിനെ കുറിച്ച് പലരും കേട്ട് കാണില്ല. ഇതൊരു പ്രത്യേക തരം സോൾവൻസ് ആണ്. അപ്പോൾ ഇതിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ സോളിഡ് ആയിട്ടുള്ള രണ്ട് പദാർത്ഥങ്ങൾ എടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് A എന്ന് കൊടുക്കാം, ഒരെണ്ണത്തിന് B എന്ന് കൊടുക്കാം. ഇതിനെ രണ്ടിനെ എടുത്തിട്ട് ഒരു നിശ്ചിത താപനിലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും? വെള്ളം പോലെയാവും. അതായത് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലെത്തും. അപ്പം നിങ്ങളെല്ലാവരും പറയും, ഇപ്പം ഞാൻ ഐസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വാട്ടർ ആവും. ശരിയാണ്, ഐസ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ വാട്ടർ ആവും. പക്ഷേ എന്തുകൊണ്ടാണ് ഡീപ് യൂട്ടേറ്റിക് സോൾവൻസിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് സെയിം സൈസാണ്. അപ്പോൾ അതായത് എൻ്റെ ഡ്രസ്സുകൾ ഇട്ടാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും, അവളുടെ ഡ്രസ്സ് ഇട്ടാൽ ഞാനും പ്രശ്നം ഉണ്ടാക്കും. അപ്പം നമ്മൾ രണ്ടുപേരും, അതായത് നമ്മുടെ സെയിം സാധനത്തിനാണെങ്കിൽ നമ്മൾ ഭയങ്കര അടിയായിരിക്കും. ആ സമയത്ത് നമ്മൾ വളരെ ലെവലിൽ എന്താ പറയുക, ഭയങ്കര ടെമ്പർ തെറ്റി നിൽക്കും. ആ സമയത്ത് നമ്മൾ കോംപ്രമൈസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കര ഒത്തൊരുമയിലായിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ഡീപ് യൂട്ടേറ്റിക് സോൾവൻസിൽ നടക്കുന്നത്. ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് എടുത്തിട്ട് ഈ സോളിഡ്സിനെ നമ്മൾ ഉരുക്കാന്ന് വിചാരിക്കും. രണ്ടുപേരും രണ്ട് ടെമ്പറേച്ചറിൽ, അതായത് വളരെ കൂടുതലായിട്ടുള്ള രണ്ട് ടെമ്പറേച്ചറിലായിരിക്കും ഇവർ ഉരുകി ലിക്വിഡ് ആവുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ രണ്ടുപേരും ഒരുമിച്ചെടുക്കാന്ന് വിചാരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കുറഞ്ഞ താപനിലയോട്ട് വന്നിട്ട് ഇവർ ഉരുകി വെള്ളമാവും. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്ന സമയത്ത് കുറേ ഗ്രാഫുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രയും കൂടി മനസ്സിലാവാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ കോമ്പോസിഷൻ വേഴ്സസ് ടെമ്പറേച്ചറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നാ പോലത്തെ ഒരു സംഭവം കിട്ടും. ഈ നാ എന്ന് പറയുന്ന സാധനം അതായത് ഇതിൻ്റെ ടെമ്പറേച്ചറിൽ മെൽറ്റിംഗ് പോയിന്റ് വളരെ താഴത്തോട്ട് ഡീപ്പായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഡീപ്പ് യൂട്ടേറ്റിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അതായത് 1 മുകളിലായിരിക്കും, പക്ഷേ ഇത് താഴത്തോട്ട് വന്നിട്ട് ഒരു നാ പോലെ ഇതാവും. ആ കോമ്പോസിഷനാണ്, അതായത് ഈ നാ വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് നമ്മൾ യൂട്ടേറ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡീപ്പ് യൂട്ടേറ്റിക് സോൾവൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇവർ നിസ്സാരക്കാരല്ല കേട്ടോ. ഇവരെന്തുകൊണ്ടാണ് ഡീപ്പ് യൂട്ടേറ്റിക് സോൾവൻസ് ഉണ്ടാവണമെന്നുണ്ട്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യണത് ഹൈഡ്രജൻ ബോണ്ട് ഡോണറും ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്ററും ആയിരിക്കും. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ കുറേ ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ പുള്ളിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ആക്സെപ്റ്റർ ആണെങ്കിൽ എന്താ, ഇലക്ട്രോൺസ് കുറവാണ്, അപ്പോൾ പുള്ളി വാങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിലാണ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇവരുടെ വാങ്ങൽ കൊടുക്കൽ ഇതാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ വിചാരിക്കും ചെറിയതാണല്ലോ, പക്ഷെ ഹൈഡ്രജൻ ചെറുതല്ല. ചെറുതാണെങ്കിലും പുള്ളില്ലാതെ കെമിസ്ട്രി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിന്തസിസ് എന്ന് പറയുന്ന സമയത്ത് ഡീപ് യൂട്ടേറ്റിക് സോൾവൻസിൻ്റെ സിന്തസിസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. രണ്ടും കൂടി കലക്കുന്നു, ചൂടാക്കുന്നു. ആ സമയത്ത് നമുക്ക് വേറൊരു സൈഡ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിന്തസിസ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി നമ്മൾ എല്ലാവരുടെയും ഫോൺ ഉണ്ട്, അപ്പോൾ അതിൽ ബാറ്ററി ഉണ്ട്. ബാറ്ററി എന്താ? ലിഥിയം അയോൺ ബാറ്ററീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒക്കെ ബാറ്ററീസ് എന്ന് പറയുന്നത്. ഈ ലിഥിയം അയോൺ ബാറ്ററീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സാൻഡ്വിച്ച് പോലെയാണ്. അതായത് ഒരു കാഥോഡ് ഉണ്ടായിരിക്കും, ഒരു ആനോഡ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ നടുക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലിഥിയത്തിൻ്റെ എന്താ പ്രത്യേകത നോക്കാം.
ലിഥിയം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽസിൽ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള സൈസുള്ള മെറ്റലാണ്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ ഇവിടെ കാഥോഡിൽ ആനോഡിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നിട്ടാണ് നമുക്ക് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ നമ്മുടെ ഇത് ചെറുതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിഫ്യൂഷൻ പെട്ടെന്ന് നടക്കും. ഇപ്പൊ സോഡിയം വെച്ചിട്ടുണ്ടാക്കാൻ നോക്കുന്നുണ്ട്, പല ഇതിലേക്കും ഇതുകൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡിഫ്യൂഷൻ ആണ് ഇതിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് ലിഥിയത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ നമ്മൾ കാഥോഡ് മെറ്റീരിയലാണ് കൂടുതലായിട്ടും ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്നിടത്ത് ലിഥിയം ഉണ്ട്, കൊബാൾട്ടും ഉണ്ട്. ഇവ രണ്ടുപേരും മെറ്റൽസ് ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ കൂടുതലായിട്ടും വരുന്ന ഒരു ന്യൂസാണ് സ്ത്രീധന പീഡനം. അങ്ങനെ കുറെ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ ഗോൾഡിനേലും വിലപിടിപ്പുള്ള മെറ്റൽസും നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു രണ്ട് മെറ്റൽസ് ആണ് ലിഥിയവും കൊബാൾട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിഥിയവും കൊബാൾട്ടും ഇതിന്റെ ലഭ്യതയും വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കിട്ടാനില്ലാണ്ടാവും. സോ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ഉപയോഗം കൂടാണ്, ഇതിന്റെ ലഭ്യത കുറയുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഡീപ് യൂട്ടറ്റിക് സോൾവൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മുന്നേ ഹൈഡ്രജൻ ബോണ്ട് ഡോണറും ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്ററും ഉണ്ട്. അപ്പോൾ എൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ഡോണർ എന്ന് പറയുന്നത് പൈറുവിക് ആസിഡും ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് കോളിൻ ക്ലോറൈഡും ആണ്. ഇവർ രണ്ടുപേരും അത്യാവശ്യം ചീപ്പായിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരും ഇതിലോട്ട് ഇടുക, കലക്കുക, ചൂടാക്കുക. അപ്പോൾ ഒരു ലിക്വിഡ് ആവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഡീപ് യൂട്ടറ്റിക് സോൾവൻസിന്റെ കേസിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ന് പറയും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കുക, അതുപോലെ തേൻ എടുക്കുക, രണ്ടും ഒഴിച്ചു കഴിയുന്ന നേരത്ത് വെള്ളം സ്പീഡിൽ അങ്ങോട്ടേക്ക് പോകും, പക്ഷെ തേൻ അങ്ങനെ പോവോ? ഇല്ല. അതിനൊരു ഫ്ലോ ചെയ്യാൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം, പക്ഷെ കുറെ വെള്ളം ആഡ് ചെയ്താലും പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ഇതിന് ഒരു 10% വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിനെ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിലാക്കി. ഇനി നമ്മുടെ സിസ്റ്റം റെഡിയായി. ഇനി നമ്മുടെ ഈ വേസ്റ്റിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലോട്ട് നമ്മൾ ഈ വേസ്റ്റിനെ ഡിസൊല്യൂഷൻ ചെയ്യാം, അതായത് ഡിസൊല്യൂഷൻ നടത്താം. പക്ഷേ നമ്മൾ മെറ്റൽസിന്റെ കേസിലാവുന്ന നേരത്ത് ലീച്ചിങ് എന്നാ പറയാ. അതായത് നമ്മൾ ഒരു ലിക്വിഡിലോട്ട് ഒരു സോളിഡിനെ ഇട്ടിട്ട് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ്, ഇൻ കേസ് അത് മെറ്റൽ ആണെങ്കിൽ നമ്മൾ ലീച്ചിങ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ലീച്ചിങ് നടത്തുന്ന സമയത്ത് നമ്മുടെ കൊബാൾട്ടിന് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. 3+ നിന്നും 2+ കൺവേർട്ട് ആവും. അതുപോലെ നമ്മുടെ DES എന്ത് ചെയ്യും? ഓക്സിഡേഷൻ അതായത് അറ്റ് എ ടൈം ഇവർക്ക് നടക്കും. അപ്പൊ നമ്മുടെ സൊല്യൂഷനിൽ എന്തായി? ബോത്ത് നമ്മുടെ കൊബാൾട്ടും ലിഥിയവും ഡിസോൾവ് ആയി കിടന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കണമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണം. എല്ലാവരും, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇത് പ്രസിപ്പിറ്റേഷൻ അല്ല കേട്ടോ കറക്റ്റ് പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ നാരങ്ങ പാലിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിരിയും. അപ്പൊ ഇതിങ്ങനെ തരിതരി പോലെ കിടക്കും. സോ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് നമ്മൾ, അതായത് അത് ഡിസോൾവ് ആയി പോകത്തില്ല, ഇങ്ങനെ തരിതരി പോലെ അവിടെ കിടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സാലിക് ആസിഡ് ആണ് ഒഴിക്കുന്നത്. നമ്മുടെ ഈ ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് ഓക്സാലിക് ആസിഡ് ഒഴിക്കും. ആ സമയത്ത് ലിഥിയത്തിന്റെ കോമ്പൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡിസോൾവ് ആയി കിടക്കും. പക്ഷെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ ഡിസോൾവ് ആവില്ല, പുള്ളി എന്തെങ്കിലും പുറത്തോട്ട് ചാടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പുള്ളിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. സോ നെക്സ്റ്റ് നമുക്ക് ലിഥിയത്തിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമല്ലോ. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് വാട്ടറും നമ്മുടെ ഓക്സാലിക് ആസിഡും ആഡ് ചെയ്തിട്ട് ഇതിനെ ലിഥിയത്തിന്റെ ഓക്സലേറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ വാട്ടറിനെ ഹൈ വാക്വം ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് കളയണം. സോ ഇതാണ് പ്രോസസ്സ്. പിന്നെ സയൻസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്ര എളുപ്പത്തിൽ പറയാനൊന്നും പറ്റത്തില്ല. ചെയ്യുന്ന സമയത്ത് പല ക്രൈറ്റീരിയകളും നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ എഫിഷ്യൻസി മീറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ റേറ്റ്, സമയം, പിന്നെ നമ്മുടെ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചീപ്പായിരിക്കണം, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ ക്രൈറ്റീരിയകൾ ഇതിലോട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടെണ്ണം എബവ് 90% എഫിഷ്യൻസി, 99% എഫിഷ്യൻസി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വർക്ക്. സോ ഭാവിയിൽ ഞാൻ ഇനി വേറെ ഏതെങ്കിലും, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ഒക്കെ എന്നൊക്കെ നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ അങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.